ഹലോ ഓൾ, എല്ലാവർക്കും i+ന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കേറ്റഡ് കാറ്റഗറി 3 നാച്ചുറൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ നടന്ന എക്സാമിൻസിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. കമ്പാരിറ്റീവ്ലി ഭയങ്കര പാടുള്ള ഒരു എക്സാം ഒന്നും അല്ലായിരുന്നു, അത്യാവശ്യം നല്ല ലെവലിലുള്ള ഒരു എക്സാം തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് ആൻസർ അല്ലെ. നമുക്ക് രണ്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് സിംഗിൾ സ്ട്രാൻഡഡ് DNA, ഒന്ന് ഡബിൾ സ്ട്രാൻഡഡ് DNA. ഇത് കറക്റ്റായിട്ട് വരുന്നത് ആർക്കാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അല്ലേ. അപ്പം നമുക്കറിയാം വൈറസ് എന്ന് പറയുന്നത് അല്ലെ, ഇവിടെ കുറേയധികം വൈറസുകളും അല്ലെങ്കിൽ ബാക്ടീരിയോഫേജുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാലും വൈറസ് ആണല്ലേ, ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകളാണ്. സോ ഈ വൈറസുകളുടെ ജനറ്റിക് മെറ്റീരിയൽ നമുക്കറിയാം, ഒന്നെങ്കിൽ RNA ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും DNA ആയിരിക്കും. അതിൽ തന്നെ സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNAയും കാണും, ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNAയും കാണും. സോ സിംഗിൾ സ്ട്രാൻഡഡ് DNA എന്ന് പറയുന്നത് M13 ഫേജ് അല്ലെ, ഒരു ബാക്ടീരിയോഫേജ് ആണ്. ഇറ്റ്സ് നോൺ ടു ഹാവ് സർക്കുലർ എന്താണ് ആ സിംഗിൾ സ്ട്രാൻഡഡ് DNA ആണ് ഉള്ളത്. അപ്പോൾ ഈ ഓപ്ഷൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫേജ് ഉണ്ടല്ലോ, ഈ ഒരു M13 ഫേജിന് എന്താണ് ആ സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള സർക്കുലർ ഷേപ്പിലുള്ള DNA ആയിരിക്കും കാണപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ T4 ഫേജിനാണ് എന്തുള്ളത്, ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ലീനിയർ DNA സ്ട്രക്ചേഴ്സ് ഇവിടെ കാണപ്പെടുന്നത്. അപ്പൊ സിംഗിൾ സ്ട്രാൻഡഡ് DNA കാണുന്ന ആർക്കാണ്, M13 ഫേജസിലാണ് അല്ലെ, ബാക്ടീരിയോ ഫേജസിലാണ്. ഡബിൾ സ്ട്രാൻഡഡ് DNA ആണെങ്കിൽ മെയിൻ ആയിട്ട് നമ്മുടെ T4 ഫേജിനാണ് കാണുന്നത്. വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പഠിക്കുന്ന കാര്യം തന്നെയാണ്. സിംഗിൾ സ്ട്രാൻഡഡ് DNAക്ക് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, ഡബിൾ സ്ട്രാൻഡഡ് DNAക്ക് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്, B ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് അമോങ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നൈട്രജൻ ഫിക്സിംഗ് സയനോബാക്ടീരിയ. അപ്പൊ നമുക്കറിയാലേ പ്ലാന്റ്സിന് അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ആ ഒരു നൈട്രജന്റെ ഫോമിൽ അല്ല അബ്സോർബ് ചെയ്യേണ്ടത്, അതിനെ ഫിക്സ് ചെയ്തിട്ട് നൈട്രേറ്റോ ഒക്കെ ആയിട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് പ്ലാന്റ്സിന് അതിനുള്ള കഴിവില്ല. അപ്പൊ സഡൻ ബാക്ടീരിയാസ് എന്ത് ചെയ്യും, അവയിൽ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെ, ഹെട്രോസിസ്റ്റ് പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നൈട്രജനെ ഫിക്സ് ചെയ്തിട്ട് പ്ലാന്റ്സിന് കൊടുക്കാനായിട്ട് സഹായിക്കാറുണ്ട്. അപ്പൊ അതില് നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് എന്ത് ചെയ്തത് ആ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ സൈനോബാക്ടീരിയ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ, നോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഓപ്ഷൻസ് ഒറ്റയടിക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം, അനബീന ആണെങ്കിലും പ്ലക്ടോണിമി ആണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ ഓപ്ഷൻ C ആണെങ്കിലും ഒക്കെ എന്താണ് നമ്മുടെ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസ് തന്നെയാണ്. എന്താ നമ്മുടെ ഡിസ്കാരിയ ആണെങ്കിലോ, ഡിസ്കാരിയ എന്ന് പറയുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ ഒരു എന്താണ് ജീനസ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ് അല്ലേ. നമ്മുടെ റാംനീസിയ എന്ന് പറയുന്ന ഫാമിലിയുടെ ഒരു ജീനസ് ആണ് ഡിസ്കാരിയ എന്ന് പറയുന്നത്. അതിന് എന്തുണ്ട്, അത് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് അല്ലെ, നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസുമായിട്ട് സിംബയോട്ടിക് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും എന്തല്ല, ഒരു നൈട്രജൻ ഫിക്സിംഗ് സയനോബാക്ടീരിയ അല്ല. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്, 2 ഓപ്ഷൻ B ഡിസ്കാരിയ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് മൈറ്റോസിസ്. മൈറ്റോസിസ് ഡിവിഷനും മിയോട്ടിക് ഡിവിഷനും നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. മൈറ്റോസിസും പഠിക്കും, മിയോസിസും പഠിക്കും. അപ്പൊ മൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ സെയിം ഡിവിഷൻ അല്ലെ, നമ്മുടെ ബോഡിയിൽ നടക്കുന്ന അല്ലെ ഇക്വേഷണൽ ഡിവിഷൻ എന്നൊക്കെ പറയാവുന്ന ഈക്വൽ നമ്പർ ഓഫ് ക്രോമോസോംസ് അല്ലെ. അതായത് ഡോട്ടറിന് എത്രയുണ്ടോ അത്രയും തന്നെ ആയിരിക്കും, പേരന്റിൽ എത്രയുണ്ടോ അത്രയും തന്നെ ആയിരിക്കും ക്രോമോസോംസ് നമ്പേഴ്സ് ഡോട്ടർ സെൽസിലും വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇക്വേഷണൽ ഡിവിഷൻ എന്നറിയപ്പെടുന്ന എന്തുണ്ട്, മൈറ്റോസിസും ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് മിയോട്ടിക് ഡിവിഷൻസ് ഉണ്ട് അല്ലെ, നമ്മുടെ ജേം സെൽസുകളിലൊക്കെ നടക്കുന്ന മിയോട്ടിക് ഡിവിഷൻസ് നമുക്കറിയാം. അപ്പൊ മൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മൈറ്റോസിസ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ ദാറ്റ് റിസൾട്ട് ഇൻ 2 ഡോട്ടർ സെൽസ് ഈച്ച് ജെനറ്റിക്കലി ഐഡന്റിക്കൽ ടു പേരന്റ് അല്ലെ. അപ്പോൾ ഒരു പേരന്റൽ സെൽസ് ഈക്വലി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 ഡോട്ടർ സെൽസ് കിട്ടും, വിച്ച് ഈസ് ഐഡന്റിക്കൽ അല്ലെ, പേരന്റുമായിട്ട് ഐഡന്റിക്കൽ ആയിരിക്കും. പേരന്റിന് എത്ര ക്രോമോസോം നമ്പർ ഉണ്ടോ അത്രയും തന്നെ ക്രോമോസോം നമ്പർ ആയിരിക്കും ആർക്കും ഉള്ളത്, ഡോട്ടർ സെൽസിനും ഉള്ളത്. ഇത് നമ്മുടെ ബോഡിയിൽ നടക്കുന്നതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും എന്തെങ്കിലുമൊക്കെ ഗ്രോത്ത് നടക്കണം അല്ലെ, ബോഡിയിൽ ഗ്രോത്ത് നടക്കണം, ഏതെങ്കിലുമൊക്കെ സെൽസ് ഡാമേജ് ആയി അതിന്റെ റിപ്പയർ നടക്കണം. അപ്പോൾ ബോഡിയിലെ സെമാറ്റിക് സെൽസ് അഥവാ ബോഡി സെൽസിലാണ് മൈറ്റോസിസ് നടക്കുന്നത്. അപ്പൊ മൈറ്റോട്ടിക് ഡിവിഷനും മിയോട്ടിക് ഡിവിഷനും സെൽ സൈക്കിളിന്റെ 2 മെയിൻ ഇവന്റുകളാണ്. അതിലെ മൈറ്റോസിസ് എന്ന് പറയുന്നത് എന്താണ്, ഇക്വേഷണൽ ഡിവിഷൻ ആണ് അല്ലെ. ഒരു
പേരന്റൽ സെൽ ഡിവൈഡ് ചെയ്തിട്ട് 2 ഐഡന്റിക്കൽ ആയിട്ടുള്ള ഡോട്ടർ സെൽസ് കിട്ടുന്നു. ഈ ഡോട്ടർ സെൽസിന്റെ ക്രോമോസോംസ് എന്ന് പറയുന്നത് പേരന്റൽ സെൽസിന്റെ ക്രോമോസോംസിന് ഈക്വൽ ആയിട്ട് ആയിരിക്കും. അപ്പൊ ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബോഡി സെൽസ് അഥവാ സെമാറ്റിക് സെൽസിലാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രോത്തിനെയും സെല്ലുലാർ റിപ്പയറിനും ഒക്കെ സഹായിക്കുന്നതാണ് മൈറ്റോസിസ് എന്ന് പറയുന്നത്. എന്നാൽ മിയോസിസ് എന്ന് പറയുന്നത് നമുക്ക് ഗമീറ്റുകൾ ഉണ്ടല്ലേ, സ്പേം മെയിൽ ഗമീറ്റ്, ഫിമെയിൽ ഗമീറ്റ് ആയിട്ട് എഗ് ഉണ്ട്. അപ്പം ഇവയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അല്ലെ ഏത് ഡിവിഷനാണ് നടക്കുന്നത്? മിയോസിസ് ആണ്. ഡിപ്ലോയിഡ് സെൽസ് occurs through അല്ലെ the production of gametes from diploid cells. ഡിപ്ലോയിഡ് സെൽസിൽ നിന്നും ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗമീറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഏത് ഡിവിഷൻ എന്ന് പറയുന്നത്? മിയോസിസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെൽസിൽ നിന്നും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗമീറ്റ്. അപ്പൊ ക്രോമോസോം നമ്പർ എന്തായിരിക്കും? പകുതിയായിട്ട് കുറയുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇത് സെക്ഷൽ റീപ്രൊഡക്ഷൻസിനും അതായത് പേരന്റിലുള്ളതിന്റെ ഹാഫ് ക്രോമോസോംസ് ആയിരിക്കും എവിടെ വരുന്നത്? നമ്മുടെ ഡോട്ടർ സെൽസിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ റിഡക്ഷൻ ഡിവിഷൻ എന്നാണ് അറിയപ്പെടുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഒരു ഇമ്പോർട്ടന്റ് ഇവന്റ് ആണ് ഏതെന്ന് പറയുന്നത്? മിയോസിസ് എന്ന് പറയുന്നത്. ഇപ്പൊ 2 ഇവന്റുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. സോ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോയി നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് മൈറ്റോസിസ്? മൈറ്റോസിസിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിപ്പയർ ഓഫ് വൂണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ മൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഡോട്ടർ സെല്ല് ഈ ഡോട്ടർ സെല്ല് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതിലുള്ള ക്രോമോസോം നമ്പർ തന്നെയായിരിക്കും ഇതിലും ഉള്ളത്. സോ ഇതിനെ ഇക്വേഷണൽ ഡിവിഷൻ എന്നാണ് വിളിക്കുന്നത്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? എന്തെങ്കിലും വൂണ്ടോ മുറിവോ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ റിപ്പയർ ചെയ്യണം. ഗ്രോത്ത്, സെൽ ഗ്രോത്ത് മെയിൻ ആയിട്ടുള്ളൊരു ഫീച്ചർ അല്ലേ. സോ എയും കറക്റ്റ് ആണ്, ബിയും കറക്റ്റ് ആണ്. പ്രൊഡക്ഷൻ ഓഫ് ഗാമീറ്റ്, ഗാമീറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷന് സഹായിക്കുക, അത് മൈറ്റോസിസ് ആണോ? അല്ലല്ലേ. കംപ്ലീറ്റ്ലി അത് എന്താണ്? മിയോസിസ് ആണ്. ഈ ഒരു ഇവന്റ് എന്ന് പറയുന്നത് മിയോസിസ് നടക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. സോ റീപ്ലേസ്മെന്റ് ഓഫ് ലോസ്റ്റ് ഡാമേജ്ഡ് സെൽ, ഡാമേജ്ഡ് ആയിട്ടുള്ള സെൽസിനെ റീപ്ലേസ് ചെയ്യുന്നത് മൈറ്റോസിസിന്റെ ഇവന്റ് ആണ്. അപ്പം എയും ബിയും സിയും മൈറ്റോസിസിന്റെ ഫംഗ്ഷൻ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് മൈറ്റോസിസ് ആണ്. മൈറ്റോസിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സി ആണ് അല്ലെ. പ്രൊഡക്ഷൻ ഓഫ് ഗമീറ്റ് ഫ്രം ഡിപ്ലോയിഡ് സെല്ല്, അതെന്താണ്? മിയോസിസ് ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെസിമോനാസ്റ്റി, നിക്റ്റിനാസ്റ്റി, തിക്മോനാസ്റ്റി അല്ലെ 3 മൂവ്മെന്റുകളാണ്. പ്ലാന്റ്സുകളുടെ 3 മൂവ്മെന്റുകളാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന് കറക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഏതാണെന്ന് നോക്കുക. അപ്പൊ നമുക്ക് എന്താണ് സെസിമോനാസ്റ്റി, എന്താണ് നിക്റ്റിനാസ്റ്റി, അല്ലെങ്കിൽ എന്താണ് തിക്മോനാസ്റ്റി എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവില്ല. സോ സെസിമോനാസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്കറിയാം, നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യമല്ലേ. എവിടെ മൈമോസ പൊടിക്കുക അല്ലെങ്കിൽ തൊട്ടാവാടി പ്ലാന്റ് തിന്നാലും നമ്മൾ പോയിട്ട് ആ പ്ലാന്റിനെ തൊട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്യും? അതിന്റെ ഇലകൾ അങ്ങ് ചുരുങ്ങി അകത്തേക്ക് കയറും അല്ലേ. സോ നാസ്റ്റിക് മൂവ്മെന്റ് ഇൻ റെസ്പോൺസ് ടു ദി മെക്കാനിക്കൽ സ്റ്റിമുലൈ ലൈക്ക് ടച്ച്, ഷോക്ക്, വൈബ്രേഷൻ. ഒരു സാധനത്തിൽ ടച്ച് ചെയ്ത് മെക്കാനിക്കൽ സ്റ്റിമുലൈസ് മൂലം ഉണ്ടാവുന്ന പ്ലാന്റ്സിൽ ഉണ്ടാവുന്ന മൂവ്മെന്റുകളാണ് എന്തെന്ന് പറയുന്നത്? സെസിമോനാസ്റ്റി എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് നമ്മുടെ ബയോഫൈറ്റത്തിലും അതുപോലെ തന്നെ മൈമോസയിലും ഒക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ സെസിമോനാസ്റ്റി കാണാം. അപ്പൊ എന്താ സെസിമോനാസ്റ്റി എന്ന് പറഞ്ഞാൽ? മെക്കാനിക്കൽ സ്റ്റിമുലൈസ്. പ്ലാന്റ്സിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ടച്ച് ആവാം, ഷോക്ക് ആവാം, വൈബ്രേഷൻസ് ആവാം. അങ്ങനെ മെക്കാനിക്കലി എന്തെങ്കിലും സ്റ്റിമുലൈസ് ഇൻഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പ്ലാന്റ്സിൽ ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മെയിൻ ആയിട്ട് സെസിമോനാസ്റ്റി എന്ന് വിളിക്കുന്നത്. ഇനി നിക്റ്റിനാസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലീപ്പിംഗ് മൂവ്മെന്റ് എന്ന് വിളിക്കാം. സ്ലീപ്പിംഗ് മൂവ്മെന്റ്. ഇൻ ദിസ് മൂവ്മെന്റ് പ്ലാന്റ് പാർട്സ് യൂഷ്വലി ലീവ്സ് അഥവാ പെറ്റൽസ് എന്ത് ചെയ്യുന്നു? റെസ്പോൺസ് ടു ചേഞ്ച് ലൈറ്റ് ആൻഡ് ടെമ്പറേച്ചർ അസോസിയേറ്റഡ് വിത്ത് ആൾട്ടർനേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ് സച്ച് ആസ് ദ ഫോൾഡിംഗ് ഓഫ് ലീവ്സ് ഇൻ ദി ഈവനിങ് അല്ലെ. അപ്പൊ അതായത് ലൈറ്റിന്റെയും ടെമ്പറേച്ചറിന്റെയും ചേഞ്ച് അല്ലെങ്കിൽ ഡേ നൈറ്റിന്റെ ചേഞ്ചസിനനുസരിച്ച് ഉണ്ടാവുന്ന മൂവ്മെന്റ് ആണ് നിക്റ്റിനാസ്റ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ലീവ്സ് എന്ത് ചെയ്യുന്നു? ലീവ്സ് ഈവനിങ്ങിൽ ഫോൾഡ് ചെയ്യും അല്ലെ. ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും ലീവ്സ് എല്ലാവരും ഫോൾഡ് ചെയ്ത അവസ്ഥയിൽ മോർണിംഗ് ആകുമ്പോൾ അത് വിടർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും അല്ലെ. അപ്പൊ ഇത് കൂടുതലും ലെഗുമിനസ് പ്ലാന്റ്സ് ആയിട്ടുള്ള ഏതാണ്? ഒക്സാലിക്സയിലും ആൽബിസയിലും ഒക്കെയാണ് എന്ത് കാണുന്നത്? ഈ നിക്റ്റിനാസ്റ്റി കാണപ്പെടുന്നത്.
ഇനി നമ്മുടെ തിക്മോനാസ്റ്റി ഉണ്ടല്ലോ. തിക്മോനാസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോൺ ഡയറക്ഷണൽ മൂവ്മെന്റ് ഇൻ റെസ്പോൺസ് ടു കോണ്ടാക്ട് ഓഫ് ആൻ ഒബ്ജക്റ്റ് അല്ലെ. ഒരു ഒബ്ജക്റ്റുമായിട്ടുണ്ടാകുന്ന കോണ്ടാക്ട് വഴി ഉണ്ടാവുന്നതാണ് തിക്മോനാസ്റ്റി എന്ന് പറയുന്നത്. ഇത് മൈമോസ പുഡികയിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഈ സെസിമോനാസ്റ്റി കാണുന്നത് ബയോഫിറ്റത്തിലും നിക്ടോനാസ്റ്റിയും തിക്മോനാസ്റ്റിയും കാണപ്പെടുന്നത് ഡോസറയിലും ആണ്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടത് നോക്കിക്കോളാം. 4th കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ബി ആണ്. സോ നമുക്ക് 5th ക്വസ്റ്റ്യൻ നോക്കാം. ഈച്ച് ക്രോമോസോംസ് കണ്ടെയ്ൻസ്, ക്രോമോസോംസിൽ എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചിരിക്കുന്നത്. DNA ഓൺലി, പ്രോട്ടീൻസ് ഓൺലി, DNA ആൻഡ് പ്രോട്ടീൻ, ദ സെയിം നമ്പർ ഓഫ് ജീൻസ് ആൻഡ് STRS. എന്തൊക്കെയാന്ന് നോക്കാം. എന്താ ക്രോമോസോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആ ക്രോമോസോംസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, DNA-ക്കുള്ളിലുള്ള നമ്മുടെ DNA-ക്കുള്ളിലുള്ള ത്രെഡ് ലൈക്ക് സ്ട്രക്ചറുകളാണ് എന്ന് പറയുന്നത് ആ ക്രോമോസോമുകൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ക്രോമോസോംസിനകത്ത് എന്തൊക്കെ കാണും? DNA-യും കാണും, പ്രോട്ടീനും കാണും. DNA-യും ഉണ്ട്, പ്രോട്ടീനും ഉണ്ട് അല്ലെ. DNA and proteins are found in the nucleus of most living cells that carry the genetic information for an organisms അല്ലെ. അപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ ക്രോമോസോംസിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DNAസും കാണും, പ്രോട്ടീൻസും കാണും അല്ലെ. അപ്പൊ DNAയും പ്രോട്ടീനും കൊണ്ടാണ് എന്തിനെ കമ്പോസ് ചെയ്തിരിക്കുന്നത്? ആ ക്രോമോസോമുകളെ കമ്പോസ് ചെയ്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ലെവൽ ഓഫ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡാഷ് ഈസ് ദ മോഡിഫൈഡ് ഫോം ഓഫ് ഫംഗൽ മൈസീലിയം വേർ ദ ഇന്റർവൂവൻ ഹൈഫി ബിക്കെയിം സോ മച്ച് കോമ്പാക്ട്, ദ മാസ് ബിക്കെയിം റൗണ്ടഡ് ആൻഡ് കുഷ്യൻ ലൈക്ക്. അപ്പൊ നമ്മൾ ഫംഗസിന്റെ കാര്യങ്ങൾ പഠിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഫംഗസിനെ കുറിച്ചുള്ള പഠനമാണ് മൈക്കോളജി എന്ന് പറയുന്നത്. ഫംഗസ് മൈക്കോളജി ആണ് അല്ലെ. അപ്പൊ ഫംഗസിന്റെ ആ ഒരു ബോഡിയെ നമുക്ക് എന്ത് വിളിക്കാം? ഹൈഫേ എന്ന് വിളിക്കാം അല്ലെ. ഹൈഫേ ആണ് ഫംഗസിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ. ഫംഗസിനെ നിർമ്മിച്ചിട്ടുള്ള ആ ഒരു ഫണ്ടമെന്റൽ അതിന്റെ എന്ത് വെജിറ്റേറ്റീവ് ബോഡിയെന്നോ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹൈഫേ ആണ്. ഈ ഹൈഫയുടെ നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മൈസീലിയം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹൈഫേ ആർ ദ ഫണ്ടമെന്റൽ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ദാറ്റ്, അതുകൊണ്ടാണ് എന്തിനെ മേഡപ്പ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഫംഗസിനെ മേഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ മൈസീലിയം എന്ന് പറയുന്നത് ഈ ഹൈഫയുടെ എന്താണ്? ഒരു മാസ് നെറ്റ്വർക്കിനെയാണ് നമ്മൾ മൈസീലിയം എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് എന്താണ്? വെജിറ്റേറ്റീവ് ബോഡിയാണ്. ഫംഗസിന്റെ വെജിറ്റേറ്റീവ് ബോഡിയാണ്. ഈ എന്തെന്ന് പറയുന്നത്? ഈ ഹൈഫി എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഈ മൈസീലിയം എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട്. അതിലെ ഫസ്റ്റ് വൺ ഈസ് ആണ് എന്തെന്ന് പറയുന്നത്? പ്ലക്റ്റൻകൈമ എന്ന് പറയുന്നത്. ആദ്യത്തെ എന്താണ്? പ്ലക്റ്റൻകൈമ. ഇനി ഫംഗൽ മൈസീലിയം ഹൈഫേ ഓർഗനൈസ്ഡ് ലൂസ്ലി ഓർ കോമ്പാക്ട്ലി വൂവൺ ടു ഫോം എ ടിഷ്യൂസ് കോൾഡ് പ്ലക്റ്റൻകൈമ. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നു? ഹൈഫേ എന്ത് ചെയ്യാണ്? ലൂസ്ലി അല്ലെങ്കിൽ കോമ്പാക്റ്റീവ്ലി ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതിനെയാണ് നമ്മൾ പ്ലക്റ്റൻകൈമ എന്ന് വിളിക്കുന്നത്. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്. സ്യൂഡോ പാരൻകൈമയും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? പ്ലക്റ്റൻകൈമ അല്ലെ. സ്യൂഡോ ഫംഗൽ ടിഷ്യൂസ് ആണ് പ്ലക്റ്റൻകൈമ എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ട് തരത്തിലാണ് ഇത് മെയിൻ ആയിട്ടുള്ളത്. സ്യൂഡോ പാരൻകൈമയും ഉണ്ട്, അതുപോലെ തന്നെ പ്ലക്റ്റൻകൈമയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ സ്യൂഡോ പാരൻകൈമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദിസ് ഫംഗൽ ടിഷ്യൂ ഹൈഫേ ആർ compactly interwoven looking like parenchyma in cross section in main vegetative body. അപ്പം സ്യൂഡോ പാരൻകൈമ എന്ന് പറഞ്ഞാൽ നമുക്ക് പാരൻകൈമ സെൽസ് പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ഫംഗലിന്റെ മൈസീലിയംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്ലക്റ്റൻകൈമ എന്ന് പറയുമ്പോൾ ഇനി ഫംഗൽ മൈസീലിയം ഹൈഫേ ഓർഗനൈസ്ഡ് ലൂസ്ലി ബൈ എന്താണ്? കോമ്പാക്റ്റീവ്ലി വൂവൺ ഇൻറ്റു അല്ലെ. ഇവിടെ പ്ലക്റ്റൻകൈമ അല്ല, നമ്മൾ പ്രോസൻകൈമയാണ് കേട്ടോ. പ്രോസൻകൈമ എന്ന് പറയുന്നത് ഇനി ഫംഗൽ മൈസീലിയം ഹൈഫേ ഓർഗനൈസ്ഡ് ലൂസ്ലി ഓർ കോമ്പാക്റ്റ്ലി വൂവൺ ഇൻറ്റു എ ടിഷ്യൂസ് കോൾഡ് പ്ലക്റ്റൻകൈമ പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. സോ ഇനിയും വേറെയും ടൈപ്പ് ഉണ്ട് കേട്ടോ. സ്ക്ലിറോഷ്യ ഉണ്ട്, അടുത്തൊരു ടൈപ്പാണ് സ്ക്ലിറോഷ്യ എന്ന് പറയുന്നത്. ദീസ് ആർ ഹാർഡ് ഡോർമെന്റ് ബോഡീസ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് കോമ്പാക്ട് ഹൈഫേ പ്രൊട്ടക്റ്റഡ് ബൈ എക്സ്റ്റേണൽ തിക്കൻഡ് ഹൈഫേ. ഈച്ച് സ്ക്ലിറോഷ്യം ജെർമിനേറ്റ് ഇൻറ്റു മൈസീലിയം അല്ലെ. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർഡ് ഡോർമെന്റ് ബോഡീസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്? ഹൈഫേനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്ക്ലിറോഷ്യം പിന്നെ ജെർമിനേറ്റ് ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത്? പുതിയ മൈസീലിയംസ് ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെ സ്ട്രോമയുണ്ട്. സ്ട്രോമ
സ്ട്രോമ എന്ന് പറഞ്ഞാൽ എന്താണ്? a compact somatic structure ആണ്, often flat and cushion like ആണ്. ഫംഗൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആർ യൂഷ്വലി ഫോം ചെയ്യുന്നത് ഈ സ്ട്രോമയിൽ നിന്നാണ്. സ്ട്രോമ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ് മെയിൻ ആയിട്ട്, വൈൽ സ്ക്ലിറോഷ്യം ഈസ് പ്രൈമർലി എ ഡോർമെന്റ് സർവൈവൽ സ്ട്രക്ചർ മേ ലേറ്റർ ടു ഫോം സ്ട്രോമ ടു ഓപ്പൺ അപ്പ് ജെർമിനേഷൻ അല്ലെ. അപ്പൊ ഇവിടെ സ്ക്ലിറോഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ സ്ക്ലിറോഷ്യ എന്ന് പറയുന്ന സ്ട്രക്ചർ ഡോർമെന്റ് ആണ് എങ്കിലും പിന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്? അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോൾ അത് ജെർമിനേറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ സ്ട്രോമ എന്ന് പറയുന്ന സ്ട്രക്ചർ ശരിക്കും റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ് അല്ലെ. ഫംഗലിന്റെ മെയിൻ ആയിട്ടുള്ള കുഷ്യൻ ലൈക്കുള്ള റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ സ്ട്രോമ എന്ന് വിളിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മോഡിഫൈഡ് ഫോം ഓഫ് ഫംഗൽ മൈസീലിയം വെയർ ഇന്റർവോൺ ഹൈഫേ ബിക്കെയിം സോ മച്ച് കോമ്പാക്ട് ആൻഡ് എ മാസ് ബിക്കെയിം റൗണ്ടഡ് കുഷ്യൻ ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് ഫോം ചെയ്യുന്നത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഹാർഡ് ഡോമന്റ് ബോഡീസ് കൺസിസ്റ്റ് ഓഫ് കോമ്പാക്ട് ഹൈഫേ, ഒരു കുഷ്യൻ പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഏതാണ്? സ്ക്ലിറോഷ്യ ആണ്. Then seventh one നോക്കാം. Which type of bond hold the two DNA strands? DNA സ്ട്രക്ചർ അറിയാലോ. DNA എന്ന് പറയുന്നത് വാട്സൺ ക്രിക്ക് പ്രപ്പോസ് ചെയ്ത ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ് അല്ലേ. ഇങ്ങനെയുള്ള ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ് DNA. ഈ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആയിട്ടുള്ള DNAയിൽ എന്തൊക്കെയുണ്ട്? ഇതാണ് നമ്മുടെ DNA സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡബിൾ ഹെലിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചറിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഷുഗറും ഫോസ്ഫേറ്റും കൂടി ചേർന്നാണ് അല്ലെ. ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ എവിടെയുണ്ട്? DNAക്ക് ഉണ്ട്. പിന്നെ ഈ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ മാത്രമല്ല, ഇതിൽ നൈട്രജനസ് ബേസുകളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. DNAയിലെ മെയിൻ 4 നൈട്രജനസ് ബേസുകളാണുള്ളത്: ഗുവാനിൻ, സൈറ്റോസിൻ, തൈമിൻ, അഡിനിൻ. ഏതൊക്കെയാണ്? ഗുവാനിൻ ഉണ്ട്, സൈറ്റോസിൻ ഉണ്ട്, തൈമിൻ ഉണ്ട്, അഡിനിൻ ഉണ്ട്. ഇങ്ങനെ 4 നൈട്രജൻ ബേസുകളാണ് എവിടെയുള്ളത്? DNA ഉള്ളത്. അപ്പൊ ഈ നൈട്രജൻ ബേസുകളിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇവരെന്ത് ചെയ്യും? ഗുവാനിൻ ആണെങ്കിൽ എപ്പോഴും ആരുമായിട്ടേ പെയർ ചെയ്യുകയുള്ളൂ? സൈറ്റോസിനുമായിട്ടേ പെയർ ചെയ്യുള്ളൂ. ഗുവാനിൻ സൈറ്റോസിനുമായിട്ട് പെയർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? 3 ഹൈഡ്രജൻ ബോണ്ടുകൾ വേണം. അതേപോലെ അഡിനിൻ ഓൾവേസ് പെയർ വിത്ത് തൈമിൻ, അവിടെ 2 ഹൈഡ്രജൻ ബോണ്ടുകൾ മതി. അപ്പോൾ ഈ 2 സ്ട്രാൻഡിന്റെയും ഇരുവശങ്ങളിലായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ നൈട്രജൻ ബേസുകളെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഗുവാനിന് സൈറ്റോസിൻ, അപ്പൊ ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആരാണ്? 3 ഹൈഡ്രജൻ ബോണ്ടുകൾ. ഇവിടെ സൈറ്റോസിൻ ഗുവാൻ അതിനെ കണക്ട് ചെയ്യുന്ന ആരാണ്? 3 ഹൈഡ്രജൻ ബോണ്ടുകൾ. തൈമിൻ അഡിനുമാണെങ്കിൽ 2 ഹൈഡ്രജൻ ബോണ്ടുകളാണ് എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത്. സോ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ കാണും. ഇതിന്റെ സ്ട്രക്ചറലായിട്ട് ഒരു ഫ്രെയിം വർക്ക് എന്നൊക്കെ പറയുന്നത് ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ ആണ്. ദെൻ നൈട്രജനസ് ബേസ് കാണും അല്ലെ. ഉള്ളിലായിട്ട് നൈട്രജനസ് ബേസുകൾ അഡിനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ബേസുകൾ തമ്മിൽ പെയറിങ് നടത്തും അല്ലെ. അഡിനിൻ ഓൾവേസ് പെയർ വിത്ത് തൈമിൻ ബൈ 2 ഡബിൾ ബോണ്ടഡ് ഹൈഡ്രജൻ ബോണ്ട് ഉപയോഗിച്ചിട്ടായിരിക്കും. ഗുവാനിൻ ആണെങ്കിൽ സൈറ്റോസിനുമായിട്ട് എങ്ങനെയാണ് പെയർ ചെയ്യുന്നത്? 3 ട്രിപ്പിൾ ബോണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് പെയർ ചെയ്യുന്നത്. അപ്പോൾ വിച്ച് ടൈപ്പ് ഓഫ് ബോണ്ട്? അപ്പൊ ഇവിടെ 2 ഇത് നോക്കിയേ, ഇതൊരു സ്ട്രാൻഡ്, ഇതൊരു സ്ട്രാൻഡ്. ഈ ഒരു സ്ട്രാൻഡിൽ അഡിനിൻ ഉണ്ട്, ഈ ഒരു സ്ട്രാൻഡിൽ തൈമിന്, ഇവിടെ ഗുവാനിന്, ഇവിടെ സൈറ്റോസിന്. അപ്പൊ ഈ സ്ട്രാൻഡിനെ ഈ സ്ട്രാൻഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ആരാണ്? ഇവിടെ വരുന്ന ബേസുകളാണ് അല്ലെ. അഡിനിൻ തൈമിനുമായിട്ട് കണക്ട് ചെയ്യുന്നത് 2 ഹൈഡ്രജൻ ബോണ്ട്, തൈമിനെ അഡിനുമായിട്ട് കവർ ചെയ്യുന്നത് 2 ഹൈഡ്രജൻ ബോണ്ട്, ഗുവാനിനെ സൈറ്റോസിനുമായിട്ട് കണക്ട് ചെയ്യുന്നത് 3 ഹൈഡ്രജൻ ബോണ്ട്. അപ്പൊ ഈ 2 സ്റ്റാൻഡിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ആരാണ്? ഈ ഹൈഡ്രജൻ ബോണ്ടുകളല്ലേ. അയോണിക് ബോണ്ടോ പെപ്റ്റൈഡ് ബോണ്ടോ കോവാലന്റ് ബോണ്ടോ ഒന്നുമല്ല, ഈ ഹൈഡ്രജൻ ബോണ്ടുകളാണ് കണക്ട് ചെയ്ത് നിർത്തുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. ഹൗ ഡസ് എ സൈഗോട്ട് ഡിഫർ ഫ്രം എ മെച്യൂർ എഗ്? സൈഗോട്ടും മെച്യൂർ എഗ്ഗും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് നോക്കാം. സൈഗോട്ടും മെച്യൂർ എഗ്ഗും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. മെച്യൂർ എഗ് എന്ന് പറഞ്ഞാൽ എന്താ? മെച്യൂർ എഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിമെയിൽ ഗമീറ്റ് ആണ് അല്ലെ. മെച്യൂർ എഗ് എന്ന് പറയുന്നത് ഫിമെയിൽ ഗമീറ്റ് ആണ്. എത്ര ക്രോമോസോംസ് കാണും? 23 ക്രോമോസോംസ് ആയിരിക്കും ഒരു മെച്യൂർ എഗ്. നമ്മൾ ഹ്യൂമൻസിന്റെ കേസ് വെച്ച് പറയാം, മെച്യൂർ എഗ്ഗിൽ 23 ക്രോമോസോംസ് ആയിരിക്കും കാണുന്നത്. സൈഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെർട്ടിലൈസേഷന്റെ ഫലമായിട്ടുണ്ടാവുന്ന പ്രൊഡക്റ്റ് ആണ് അല്ലെ. ഫെർട്ടിലൈസേഷന്റെ ഫലമായിട്ടുണ്ടാവുന്നു. ഫെർട്ടിലൈസേഷന്റെ ഫലമായിട്ട് എന്തൊക്കെയാ ഉണ്ടാവുന്നത്? എഗ്ഗും ഓവും കൂടി അല്ലെ. എഗ്ഗ് പ്ലസ് ഓവമായിട്ട് ചേർന്നിട്ട്, എഗ്ഗ് പ്ലസ് സ്പെർമുമായിട്ട് ചേർന്നിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് ഏത്? സൈഗോട്ട് എന്ന് പറയുന്നത്. സോ സൈഗോട്ടിൽ എത്ര ക്രോമോസോം കാണും? 23ഉം 23. 2 എന്താണ് ഗമീറ്റുകൾ തമ്മിൽ ചേരുമ്പോൾ മൊത്തത്തിൽ എത്രയാണ്? 46 ക്രോമോസോംസ് ആയിരിക്കും സൈഗോട്ടിൽ കാണുന്നത്. ഇതാണ് വ്യത്യാസം.
അപ്പൊ എന്താ പറയേണ്ടത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, എ സൈഗോട്ട് ഹാസ് മോർ ക്രോമോസോംസ്. സൈഗോട്ടിന് മോർ ക്രോമോസോംസ് ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? സൈഗോട്ടിൽ 46 ക്രോമോസോംസും ഫിമെയിൽ ഗമീറ്റിൽ 23 ക്രോമോസോമേ ഉള്ളൂ. സോ എ സൈഗോട്ട് ഹാസ് മോർ ക്രോമോസോം എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സൈഗോട്ട് ഈ സ്മോളർ എക്സ് ആയിരിക്കും അല്ല. സൈഗോട്ട് കൺസിസ്റ്റ് ഓഫ് അല്ലെ, മെയിൻ ആയിട്ട് ഡിഫറൻറ്റ് ചെയ്യുന്നുണ്ട്, രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. സൈഗോട്ട് കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ വൺ സെല്ല്, എഗിനെക്കാട്ടിലും ഒരു സെല്ല് കൂടുതലാണ്, അതാണോ? അല്ലെങ്കിൽ സൈഗോട്ട് ഡിവൈഡ് ചെയ്യുന്നത് മിയോസിസ് വഴിയാണ്, അതാണോ? അല്ല. രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? ഇതിന് ഹാഫ് ക്രോമോസോം ഉള്ളത് ഹാപ്ലോയിഡ് ആണ് അല്ലേ. മെച്ചർ എഗ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് കണ്ടീഷനിലും സൈഗോട്ട് എന്ന് പറയുന്നത് എന്ത് കണ്ടീഷനിലുമാണ്? ഡിപ്ലോയിഡ് കണ്ടീഷൻസിലുമാണ്. ക്ലിയർ ആയോ? ഇത് ഹാപ്ലോയിഡ് കണ്ടീഷൻ ആണ്, സൈഗോട്ട് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് കണ്ടീഷൻ. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡും ഡിപ്ലോയിഡും, അതായത് ക്രോമോസോം നമ്പേഴ്സ് സൈഗോട്ടിലെ എഗ്ഗിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നോക്കിയേ, ക്ലഡോണിയ റാഞ്ചിഫെറ ഈസ് എ റെയിൻഡിയർ മൂസ്. സോ എന്താ നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ക്ലഡോണിയ. ക്ലഡോണിയ എന്ന് പറയുന്നതിന്റെ ഒരു നെയിം ആണ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ കോമൺലി കോൾ ചെയ്യുന്നതാണ് റെയിൻഡിയർ മോസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ സെറ്റാറിയ ഐസ്ലാൻഡിക്ക എന്താണ് എന്നാ ചോദിക്കുന്നത് അല്ലെ. സെറ്റാറിയ ഐസ്ലാൻഡിക്കയെ വിളിക്കുന്ന ഒരു പേര് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെറ്റാറിയ ഐസ്ലാൻഡിക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈക്കൺസ് ആണ് അല്ലെ. ലൈക്കൺ എന്താണെന്ന് അറിയാലോ? ആൽഗയുടെയും ഫംഗസിന്റെയും കൂടി അസോസിയേഷനെയാണ് നമ്മൾ ലൈക്കൺസ് എന്ന് വിളിക്കുന്നത്. ആ ലൈക്കൺസിന് ഒരു എക്സാമ്പിൾ ആണ് സെറ്റാറിയ ഐസ്ലാൻഡിക്ക എന്ന് പറയുന്നത്. അതിനെ നമ്മൾ കോമൺലി ഐസ്ലാൻഡഡ് മോസുകൾ അല്ലെ, ഐസ്ലാൻഡഡ് മോസുകൾ എന്നാണ് വിളിക്കുന്നത്. ഇനി നോക്കിയേ, നമ്മുടെ ക്ലബ് മോസ് എന്ന് അറിയപ്പെടുന്ന ഏതാണ്? ആ ക്ലബ് മോസ് എന്ന് അറിയപ്പെടുന്നത് ലൈക്കോപോഡിയോ അല്ലെ, ലൈക്കോപോഡിയോ ഫൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ക്ലബ് മോസ് എന്ന് അറിയപ്പെടുന്നത്. പിന്നെ നെക്സ്റ്റ് എന്താണ്? ഐസ്ലാൻഡ് മോസ് എന്ന് പറയുന്നത് നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്? സെറ്റാറിയ ഐസ്ലാൻഡിക്കയാണ് ഐസ്ലാൻഡ് മോസസ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് സ്പൈക്ക് മോസ് എന്നറിയപ്പെടുന്നത് സെലാജിനല, നമ്മുടെ ടെറഡോഫൈറ്റ്സ് കാറ്റഗറിയിൽ വരുന്ന സെലാജിനലയാണ്. ദെൻ ബ്രയോഫൈറ്റ്സ് അറിയാലോ, നോൺ വാസ്കുലാർ പ്ലാന്റുകളാണ് ബ്രയോഫൈറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മൾ പറയാം. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഓക്കെ, ക്വസ്റ്റ്യൻ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്ലഡോണിയ റാഞ്ചിഫെറ അല്ലെ. ക്ലഡോണിയ റാഞ്ചിഫെറ എന്താണ്? റെയിൻഡിയർ മോസ് എന്ന് അറിയപ്പെട്ട. ഇതൊരു ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ ആട്ടോ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലെ നമുക്ക് എന്തുണ്ട്? ടെറഡോഫൈറ്റ്സുകൾക്കും അല്ലെങ്കിൽ എന്താണ് ബ്രയോഫൈറ്റ്സുകൾക്കൊക്കെ കോമൺ നെയിമുകളുണ്ട് അല്ലെ. അപ്പൊ ആ കോമൺ നെയിമുകൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ക്ലഡോണിയ റാഞ്ചിഫെറ എന്ന് പറയുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, റെയിൻഡിയർ മോസ്. സോ സെറ്റാറിയ ഐസ്ലാൻഡിക്കയെ നമ്മൾ എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഐസ്ലാൻഡ് മോസുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ക്ലബ് മോസ് എന്നറിയപ്പെടുന്നത് ലൈക്കോപോഡിയോ ഫൈറ്റയാണ്. സ്പൈക്ക് മോസുകൾ എന്നറിയപ്പെടുന്നത് സെലാജിനലയാണ്. പ്രയോഫൈറ്റ എന്ന് പറയുന്നത് കോമൺലി അല്ലെ പ്ലാന്റിലെ ഒരു ഗ്രൂപ്പുകളാണ് അല്ലെ. നമ്മുടെ പ്ലാന്റ് കിങ്ഡത്തിലെ ആംഫീബിയൻസ് എന്നറിയപ്പെടുന്ന വാസ്കുലാർ അല്ലെ, നോൺ വാസ്കുലാർ പ്ലാന്റുകളാണ് പ്രയോഫൈറ്റുകൾ എന്ന് പറയുന്നത്. സോ കറക്റ്റ് ആൻസർ ഐസ്ലാൻഡ് മോസുകളാണ് ഇതെന്ന് പറയുന്നത് സെറ്റാറിയ ഐസ്ലാൻഡിക്ക എന്നറിയപ്പെടുന്നത് അല്ലെ. അതിൽ നിന്ന് നമുക്ക് കിട്ടും ആ ഒരു നെയിമിന്റെ തമ്മിലുള്ള സിമിലാരിറ്റി. സോ 10th ക്വസ്റ്റ്യൻ നോക്കാം. A human female has dash chromosome in each skin cells and dash chromosomes in each egg cells. അപ്പം നമ്മൾ ചോദിക്കുകയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹ്യൂമന്റെ കേസാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഹ്യൂമന്റെ ഒരു കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഹ്യൂമൻ ഫീമെയിലിനെ നിങ്ങൾ കൺസിഡർ ചെയ്തു. ഒരു ഹ്യൂമൻ ഫീമെയിലിനെ നോക്കുകയാണെങ്കിൽ അവരുടെ സ്കിൻ സെൽസ് ഉണ്ടല്ലേ, സ്കിൻ സെൽസ് എന്ത് വരും? സെമാറ്റിക് സെൽസ് എന്ന് നമുക്ക് പറയാം. ബോഡി സെൽസ്. ഓക്കെ, സ്കിൻ സെൽസ് ആണ് നമ്മുടെ ബോഡി സെൽസ് എന്ന് പറയും. ബോഡി സെൽസിൽ അവർക്ക് എത്ര ക്രോമോസോം നമ്പർ ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ ഗമീറ്റ് അല്ലെ, എഗ് എന്ന് പറയുന്നത് എന്താണ്? ഗമീറ്റ് ആണ്. ഗമീറ്റ്സിൽ എത്ര ക്രോമോസോം ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം നോർമലി ഇത് ഹ്യൂമന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. ഹ്യൂമൻസിൽ ടോട്ടൽ നമ്പർ ഓഫ് ക്രോമോസോം എന്ന് പറയുന്നത് 46 ആണ്. അതായത് ഹ്യൂമൻസിലെ എല്ലാ സെല്ലുകളിലും അല്ലെ, എല്ലാ ബോഡി സെൽസിലും എന്തായിരിക്കും? 46 ആയിരിക്കും ക്രോമോസോം എന്ന് പറയുന്നത്. എന്നാൽ ഗമീറ്റിൽ എത്രയായിരിക്കും? പകുതി ആയിരിക്കും അല്ലെ. എന്നാൽ രണ്ട് ഗമീറ്റുകളുടെ ഫ്യൂഷൻ വഴിയാണ് എന്ത് കിട്ടുന്നത്? ഈ 46 ക്രോമോസോംസ് കിട്ടുന്നത്. സോ രണ്ട് ഗമീറ്റുകളുടെ
നടക്കുമ്പോഴാണ് നമുക്ക് ടോട്ടൽ 46 കിട്ടുന്നത്. അപ്പൊ അതിലെ വൺ ഓഫ് ദ ഗമീറ്റിൽ എത്രയായിരിക്കും? പകുതി ആയിരിക്കും. 2 23കൾ ചേരുമ്പോഴാണ് നമുക്കൊരു ഫുള്ളി സ്ട്രെച്ചഡ് ആയിട്ടുള്ള ഡിപ്ലോയിഡ് ഓർഗാനിസംസിനെ കിട്ടുന്നത്. സോ ഗമീറ്റ് എന്ന് പറയുന്നത് എന്താണ്? എഗ് എന്ന് പറയുന്നത് ഒരു ഗമീറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തായിരിക്കും? ടോട്ടൽ ജേം സെൽസിൽ അല്ലെങ്കിൽ ബോഡി സെൽസിൽ ഉള്ളതിൽ നിന്നും പകുതി ക്രോമോസോംസേ കാണും. സോ നമുക്ക് നോക്കിയേ ഓപ്ഷൻസിൽ 46 ആൻഡ് 23 അല്ലെ. നോർമൽ സ്കിൻ സെൽസിൽ 46 ആയിരിക്കും. അതുപോലെ തന്നെ അല്ലാത്ത സെൽസിൽ എന്താണ്? 23 23 എണ്ണമാണ് നോർമലി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡാഷ് ഈസ് എ സെലക്ടബിൾ മാർക്കർ വേറാസ് ഡാഷ് ഈസ് എ റിപ്പോർട്ടർ ജീൻ അല്ലെ. ഏതാണ് സെലക്ടബിൾ മാർക്കർ, ഏതാണ് റിപ്പോർട്ടർ ജീൻ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ് സെലക്ടബിൾ മാർക്കർ, എന്താണ് റിപ്പോർട്ടർ ജീൻ എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. സോ സെലക്ടബിൾ മാർക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ are a gene sequence that are introduced in a plasmid to differentiate between transformed and non-transformed cell അല്ലെ. ഒരു സെൽസിൽ തന്നെ ട്രാൻസ്ഫോംഡ് സെൽസും കാണും അല്ലെ, ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് ട്രാൻസ്ഫോംഡ് സെൽസും കാണും, നോൺ ട്രാൻസ്ഫോംഡ് സെൽസും കാണും. അപ്പൊ ഏതാണ് ട്രാൻസ്ഫോംഡ് സെൽ, ഏതാണ് നോൺ ട്രാൻസ്ഫോംഡ് സെൽസ് എന്ന് അറിയാനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അല്ലെ പ്ലാസ്മിഡ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ജീൻ സീക്വൻസുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെലക്ടബിൾ മാർക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? എന്താണ് സെലക്ടബിൾ മാർക്കർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജീൻ അല്ലെ. സെലക്ടബിൾ മാർക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ജീൻ സീക്വൻസുകളാണ്. എവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ സീക്വൻസുകളാണ്? പ്ലാസ്മിഡ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ സീക്വൻസുകളാണ്. അവിടെ ട്രാൻസ്ഫോംഡ് സെൽ ഏതാണ്, നോൺ ട്രാൻസ്ഫോംഡ് സെൽ ഏതാണെന്ന് വേണ്ടി തിരിച്ചറിയാൻ വേണ്ടി. എന്നാൽ റിപ്പോർട്ടർ ജീൻ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ ഫംഗ്ഷൻ ആണ് കേട്ടോ. സോ ടെസ്റ്റ് ജീൻ ഹൂസ് എക്സ്പ്രഷൻ ക്യാൻ ബി ക്വാണ്ടിഫൈഡ്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ tDNA plasmid that are incorporated into a cell genome. When a cell has been transformed, it is necessary to assess the expression of those genes അല്ലെ. അപ്പൊ സെല്ല് ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് അതിലെ ജീനുകളുടെ എക്സ്പ്രഷൻ അസസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് റിപ്പോർട്ടർ ജീന് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ സെലക്ടബിൾ മാർക്കർ എന്ന് പറയുന്നത് ഏതാണ്? നിയോമൈസിൻ ഫോസ്ഫോ ട്രാൻസ്ഫറേസും റിപ്പോർട്ടർ ജീൻ എന്ന് പറയുന്നത് ബീറ്റാ ഗാലക്ടോയുറേനേസും ആണ്. അപ്പൊ ഇത് രണ്ടും കണ്ടെത്താനായിരുന്നു 11ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഏകദേശം 11 ക്വസ്റ്റ്യൻസോളം ഡിസ്കസ് ചെയ്തു. ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഭാഗമായിട്ട് കാണാം. താങ്ക് യു.